തൃശൂർ DCC ജനറൽ സെക്രട്ടറി അഷ്റഫിനെതിരെ തട്ടിപ്പ് കേസ്. മാള ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ സേവ്യർ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. സ്ഥലം വിൽക്കാനുണ്ട് എന്ന പേരിൽ ഇടനിലക്കാരൻ വഴി സമീപിച്ച അഷ്റഫ് 20 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. 25 ലക്ഷം രൂപ കൈമാറിയെങ്കിലും സ്ഥലം നൽകാൻ തയ്യാറായില്ല. വിവരങ്ങളുമായി ഇപ്പോൾ ശരത്ത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, എന്താണ് ഈ അഷ്റഫ് ഈ സ്ഥലത്തിൻ്റെ പേരിൽ ആദ്യം 20 ലക്ഷം വാങ്ങി, പിന്നീട് 5 ലക്ഷം കൂടി വാങ്ങി, പണം തിരികെ ചോദിച്ചപ്പോൾ കൊടുത്തതുമില്ല, അതാണോ നടന്നത്? മറ്റെന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? 2025 ഏപ്രിൽ 7-നാണ് കേസിനാസ്പദമായ സംഭവം. കരുവരാശ്ശേരി സ്വദേശിയായിട്ടുള്ള അഷ്റഫ് തന്റെ പേരിലുള്ള 3 സെന്റ് സ്ഥലവും കെട്ടിടവും വിൽക്കാൻ ഇടനിലക്കാരനായ ജലീൽ വഴി ഡോക്ടർ ആശയെ സമീപിക്കുകയായിരുന്നു. ഇടപാടിന്റെ ഭാഗമായിട്ട് ഡോക്ടർ ആശ ഈ അഷ്റഫിന് 25 ലക്ഷം രൂപ നൽകുകയും ചെയ്തു. പിന്നീടാണ് ഡോക്ടർ ആശ തിരിച്ചറിഞ്ഞത് ഈ ഭൂമിയിലും കെട്ടിടത്തിലും മാള കാർഷിക ബാങ്ക്, മാള സർവീസ് സഹകരണ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളിലായിട്ട് കടബാധ്യതയുണ്ട്, ജപ്തിയിലായിട്ടുള്ള വസ്തുവാണ് ഇതെന്ന് ഡോക്ടർ ആശ തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ട് താൻ നൽകിയ 25 ലക്ഷം രൂപ തിരികെ നൽകാൻ വേണ്ടി ആശ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ മാത്രമാണ് ഡോക്ടർക്ക് തിരികെ ലഭിച്ചത്. ബാക്കിയുള്ള 20 ലക്ഷം രൂപ അഷ്റഫ് തന്റെ മകളുടെ വിവാഹത്തിനായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനായി ചെലവാക്കി എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ പ്രതികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ആശ മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. മാള പോലീസ് അന്വേഷണം ആരംഭിച്ച് FIR ഇട്ടിട്ടുണ്ട്. DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള AA അഷ്റഫ്, അദ്ദേഹത്തിന്റെ മകൾ, ഇടനിലക്കാരനായ ജലീൽ എന്നിവർക്കെതിരെയാണ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിജു, ശരത്ത്, ഇതിൽ തട്ടിപ്പ് പലതരത്തിലാണ് നടന്നത്. ഒന്ന്, ഈ ജപ്തിയായ വസ്തു, ആ വസ്തുവിൻ്റെ പേരിലാണ് ഡോക്ടറെ പറ്റിച്ചു, ഒന്നാമത്തെ കേസ്. രണ്ടാമത്, പണം വാങ്ങി തിരികെ കൊടുത്തില്ല. തട്ടിപ്പ് പലതരത്തിലാണ്. ഈ അഷ്റഫ് വേറെ ഏതെങ്കിലും തരത്തിൽ കേസിൽ പെട്ടിട്ടുണ്ടോ? ഇത്തരത്തിൽ ഈ സ്ഥിരം ഈ വസ്തു കച്ചവടം നടത്തുന്ന ആളാണോ അഷ്റഫ്? സിജു, ഈ പറഞ്ഞ പോലെ 2 രീതിയിലാണ് അഷ്റഫ് തട്ടിപ്പിന് ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, തന്റെ പേരിലുള്ള വസ്തു അത് 2 ബാങ്കുകളിൽ പണയത്തിലാണെന്നുള്ളതും ഒന്നിൽ ജപ്തിയാണെന്നും മറച്ചു വെച്ചുകൊണ്ട് ഡോക്ടർക്ക് വിൽക്കാൻ ശ്രമിച്ചു. മറ്റൊന്ന്, ഇത് തിരിച്ചറിഞ്ഞപ്പോൾ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറായില്ല എന്നീ 2 കാര്യങ്ങളാണ് അഷ്റഫിനെതിരെയുള്ളത്. ഇയാൾക്കെതിരെ മറ്റ് കേസുകളുണ്ടോ എന്ന കാര്യത്തിന് വ്യക്തതയില്ല. സിജു, ശരി, ശരത്ത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.